വളയ്ക്കുന്ന ടെക്നിക്കല്ല, വളയ്ക്കുന്ന ടെക്നിക്ക് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ശരി. അത് മുനീർ വളരെ നല്ലൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. അതിന് കൈയടി കൊടുക്കേണ്ടതാണ്. കാരണം അഹമ്മദ് അടുത്ത ഒരാൾ പറയുകയാണ്, വളയ്ക്കുന്ന ടെക്നിക്ക് താങ്കൾ പറഞ്ഞതിന് നല്ല പോയിന്റാണ്, അത് കയ്യടി കൊടുക്കേണ്ടതാണ്. കണ്ടോ, ഈ കള്ളന്മാർ, ഈ ജിഹാദികൾ ചെയ്യുന്ന വൃത്തികേടുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവന്മാരൊക്കെ എത്ര തറയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ടോ, അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വളച്ചെടുക്കാൻ 10 നിർദ്ദേശങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അവിടെ ഓരോ പോയിന്റുകൾ പറഞ്ഞ കയ്യടി കൊടുക്കണം അവരെ വളച്ചെടുക്കുന്നതിൽ. അതായത് വളഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു ഗിഫ്റ്റ് അവർക്ക് നൽകണം. അത് എങ്ങനത്തെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞാല് വളയ മോതിട്ട് ഇത് ഏതെങ്കിലും മന്ത്രിച്ചു ഊതുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ആഭിജാത്യം നടത്തിയിട്ട് ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ. അടുത്ത ഒരുത്തം പറയാണ്, ഇവർ വളഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വളയും മോതിരവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കൊടുത്ത്, ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഇവരെ വളച്ചെടുക്കണം. എന്നിട്ട് മന്ത്രിച്ച് ഓതുന്നവർ, അതായത് ജിന്ന്, ഈ മന്ത്രവാദം ഉണ്ട് ഇതിൻ്റെ അകത്ത്, ജിന്ന്, ഈ ജിന്നിനെ കൊണ്ട് എന്ത് ചെയ്യണം, ഈ മന്ത്രച്ചരടുകൾ ഉണ്ടാക്കി ഇവരെ ഓദിച്ച് ഇവരെ എന്ത് ചെയ്യണം, വശീകരിച്ചെടുക്കാൻ ഇവരെ അതിന് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം.